നമസ്കാരം. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുന്ന സാഹചര്യത്തിൽ പെട്രോളിനും ഡീസലിനും ₹2 കുറയ്ക്കാൻ തീരുമാനമായി. 3 പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്രം ഇതിനോടകം നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില $70 താഴെയെത്തി. 2021 ശേഷം ഇതാദ്യമായാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഇത്തരത്തിൽ കുറയുന്നത്. എന്നാൽ എപ്പോൾ മുതലാണ് ഈ വിലക്കുറവ് നിലവിൽ വരുന്നതെന്ന് വ്യക്തമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ മാർച്ചിൽ ഇന്ധനവില കുറച്ചിരുന്നു. അതിനുശേഷം നിരവധി തവണ ക്രൂഡ് വില താഴ്ന്നെങ്കിലും ഇന്ധനവില കുറയ്ക്കാൻ സർക്കാർ തയ്യാറായില്ല. കേരളം ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പെട്രോൾ വില ലിറ്ററിന് ₹100 മുകളിലാണ്. ഡീസലിനും ₹100 അടുത്തു തന്നെയാണ് വില. ഇന്ധനവില കുറയുന്നത് പണപ്പെരുപ്പം കുറയുന്നതിനും ഇടയാക്കും. ചൈനയിലും അമേരിക്കയിലും സാമ്പത്തിക മാന്ദ്യം എണ്ണ ഉപഭോഗം കുറയ്ക്കുകയാണ്. അമേരിക്കയിൽ എണ്ണശേഖരം കുറഞ്ഞുവെന്ന വാർത്തകളും ഉൽപാദനം നിയന്ത്രിക്കാനുള്ള ഒപെക് രാജ്യങ്ങളുടെ തീരുമാനവും ക്രൂഡിന് പിന്തുണയായില്ല. ഇതോടെ പൊതുമേഖലാ കമ്പനികളുടെ ഡിഫൈനിങ് മാർജിൻ മെച്ചപ്പെട്ടു. എണ്ണവില $90 തുടർന്നതിനാൽ ഒരു വർഷത്തിലധികമായി കമ്പനികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ക്രൂഡ് വില കുറഞ്ഞതോടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാനുള്ള അനുകൂല സാഹചര്യമാണെന്ന് പെട്രോളിയം ഡീലർമാരും പറയുന്നു. എണ്ണ ഇറക്കുമതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആവശ്യകതയുടെ 87% വിദേശ സ്രോതസ്സുകളെ ആശ്രയിച്ചാണ് രാജ്യത്തിൻ്റെ 87% എണ്ണ ആവശ്യകതയും നടക്കുന്നത്. റഷ്യ ഉൾപ്പെടെയുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ വിതരണക്കാരിൽ നിന്നാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്.